പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടു കൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. ഈശോയിൽ സ്നേഹമുള്ള ജോസഫ് അച്ഛ, തിയോഡഷ്യസ് അച്ഛ, പ്രിയ സിസ്റ്റേഴ്സ്, പ്രിയ സഹോദരി സഹോദരന്മാരെ, പ്രിയ മാതാപിതാക്കളെ, പ്രിയ കുഞ്ഞുങ്ങളെ, ഗാന ശുശ്രൂഷകരെ, അൾത്താര ശുശ്രൂഷകരെ, നിങ്ങൾക്കെല്ലാവർക്കും ഈ ദിനത്തിൻ്റെ ആശംസകളും പ്രാർത്ഥനകളും നേരുകയാണ്. ഇന്ന് കത്തോലിക്ക സഭ വിശുദ്ധ ലൂസിയുടെ തിരുനാൾ കൊണ്ടാടുകയാണ്. കർത്താവിൻ്റെ രക്തസാക്ഷിയാണ് ഈ വിശുദ്ധ. വിശ്വാസത്തിന് വേണ്ടി ജീവൻ വെടിഞ്ഞ, വളരെയധികം പ്രലോഭനങ്ങൾ നേരിടേണ്ടി വന്ന, വെല്ലുവിളികൾ നേരിടേണ്ടി വന്ന വിശുദ്ധ കഴുത്തിൽ വാള് കുത്തിയിറക്കപ്പെട്ട് അങ്ങനെ മരണപ്പെട്ട വിശുദ്ധയാണ്. ഈ വിശുദ്ധ തിമിരത്തിൻ്റെ അല്ലെങ്കിൽ കണ്ണ് സംബന്ധമായ രോഗങ്ങൾക്ക് പ്രത്യേക മധ്യസ്ഥയുമാണ് വിശുദ്ധ ലൂസി. നമുക്ക് ഈ വിശുദ്ധയുടെ മാധ്യസ്ഥം പ്രാർത്ഥിക്കാം. നമ്മൾ ആഗമന കാലത്തിലാണ്, കർത്താവിൻ്റെ പിറവിക്ക് വേണ്ടി ഒരുങ്ങുന്ന ദിവസങ്ങളിലാണ്. നമുക്ക് ഭക്തിയോടെ കർത്താവിൻ്റെ വരവിനായി ഒരുങ്ങാം. നമുക്ക് ക്രിസ്മസ് സമ്മാനങ്ങൾ നമുക്ക് ചോദിക്കാം. കർത്താവിൻ്റെ തിരുനാളുകളെല്ലാം നമ്മൾ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതുകൊണ്ട് ഈ ക്രിസ്മസിന് ഈശോയെ ഞങ്ങൾക്കൊരു ക്രിസ്മസ് ഗിഫ്റ്റ് തരണമേ എന്ന് പ്രാർത്ഥിക്കുക. ഏറ്റവും അടുപ്പമുള്ള ആളുകളോട് നമ്മൾ ചോദിക്കുന്നൊരു കാര്യമാണ്. ഈശോയോട് അടുപ്പത്തിലായിരിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. നമ്മുടെ കുമ്പസാരത്തിലൂടെയും പരിശുദ്ധ കുർബാന അർപ്പണങ്ങളിലൂടെയും കുടുംബ പ്രാർത്ഥനകളിലൂടെയൊക്കെ നമുക്ക് ദൈവത്തോട് ചേർന്ന് നിൽക്കാം. നമ്മുടെ ഭാഗത്തുനിന്ന് എന്തേലും കൊടുത്തിട്ട് നമ്മൾ ഇങ്ങോട്ട് ചോദിക്കുന്നത് അല്ലേ അതിൻ്റെ ഒരു മര്യാദ. അപ്പം നമ്മുടെ സമർപ്പണവും നമ്മുടെ സ്നേഹവും നമ്മുടെ ഭക്തിയും നമ്മുടെ പ്രാർത്ഥനകളും നമ്മുടെ കുർബാനകൾ നമ്മുടെ കുമ്പസാരങ്ങൾ ഒക്കെ നമുക്ക് ദൈവത്തിന് കൊടുക്കാം. അപ്പോൾ ദൈവം നമ്മളെ കൂടുതലായിട്ട് അനുഗ്രഹിക്കും. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ബലി അർപ്പിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വന്നു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അയോഗ്യതകളും നമുക്ക് ദൈവത്തിന് മുമ്പിൽ ഏറ്റുപറയാം. സഹോദരരേ, ദിവരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാ. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്കു വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ.
കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, കന്യകയും രക്തസാക്ഷിണിയുമായ വിശുദ്ധ ലൂസിയുടെ മാധ്യസ്ഥ്യം ഞങ്ങളെ സഹായിക്കട്ടെ. ഈ വിശുദ്ധയുടെ സ്വർഗീയ ജന്മദിനം ഇഹത്തിൽ ഞങ്ങൾ ആഘോഷിക്കുകയും നിത്യതയിൽ ദർശിക്കുകയും ചെയ്യുമാറാകട്ടെ. അങ്ങയോട് കൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന്: നിന്റെ വിമോചകനും ഇസ്രായേലിൻ്റെ പരിശുദ്ധനുമായ കർത്താവ് അരുളി ചെയ്യുന്നു, നിനക്ക് നന്മയായുള്ളത് പഠിപ്പിക്കുകയും നീ പോകേണ്ട വഴിയിലൂടെ നിന്നെ നയിക്കുകയും ചെയ്യുന്ന നിന്റെ ദൈവമായ കർത്താവ് ഞാനാണ്. നിന്റെ കൽപ്പനകൾ അനുസരിച്ചിരുന്നെങ്കിൽ നിന്റെ സമാധാനം നദി പോലെ ഒഴുകുമായിരുന്നു, നീതി കടലലകൾ പോലെ ഉയരുമായിരുന്നു. നിന്റെ സന്തതികൾ മണൽ പോലെയും വംശം മണൽത്തരി പോലെയും ആകുമായിരുന്നു. അവരുടെ നാമം എൻ്റെ മുൻപിൽ നിന്ന് ഒരിക്കലും വിച്ഛേദിക്കപ്പെടുകയോ നശിക്കുകയോ ഇല്ലായിരുന്നു. ദൈവവചനമാണ് നാം കേട്ടത്. ദൈവത്തിനു നന്ദി. കർത്താവെ, അങ്ങയെ അനുഗമിക്കുന്നവന് ജീവന്റെ പ്രകാശം ഉണ്ടായിരിക്കും. കർത്താവെ, കർത്താവേ, അങ്ങയെ അനുഗമിക്കുന്നവന് ജീവന്റെ പ്രകാശം ഉണ്ടായിരിക്കും. ദുഷ്ടരുടെ ഉപദേശം സ്വീകരിക്കുകയോ പാപികളുടെ വഴിയിൽ വ്യാപരിക്കുകയോ പരിഹാസകരുടെ പീഠങ്ങളിരിക്കുകയോ ചെയ്യാത്തവൻ ഭാഗ്യവാൻ. അവൻ്റെ ആനന്ദം കർത്താവിൻ്റെ നിയമത്തിലാണ്, രാവും പകലും അവൻ അതിനെക്കുറിച്ച് ധ്യാനിക്കുന്നു. കർത്താവേ, അങ്ങയെ അനുഗമിക്കുന്നവന് ജീവന്റെ പ്രകാശം ഉണ്ടായിരിക്കും. നീർച്ചാലിനരികെ നട്ടതും യഥാകാലം ഫലം തരുന്നതും ഇല കൊഴിയാത്തതുമായ വൃക്ഷം പോലെയാണ് അവൻ. അവൻ്റെ പ്രവൃത്തികൾ സഫലമാകുന്നു. കർത്താവേ, അങ്ങയെ അനുഗമിക്കുന്നവന് ജീവന്റെ പ്രകാശം ഉണ്ടായിരിക്കും. ദുഷ്ടർ ഇങ്ങനെയല്ല, കാറ്റ് പറത്തുന്ന പതിരു പോലെയാണ് അവർ. കർത്താവ് നീതിമാന്മാരുടെ മാർഗം അറിയുന്നു, ദുഷ്ടരുടെ മാർഗം നാശത്തിൽ അവസാനിക്കും. കർത്താവേ, അങ്ങയെ അനുഗമിക്കുന്നവന് ജീവന്റെ പ്രകാശം ഉണ്ടായിരിക്കും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് വരുന്നു, അവിടുത്തെ എതിരേൽക്കുവിൻ, അവിടുന്ന് തന്നെയാണ് സമാധാനരാജൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. മത്തായിയുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്കു മഹത്വം. അക്കാലത്ത് യേശു ജനക്കൂട്ടത്തോട് അരുളി ചെയ്തു, ഈ തലമുറയെ എന്തിനോടാണ് ഞാൻ ഉപമിക്കേണ്ടത്? ചന്തസ്ഥലത്തിരുന്ന് കൂട്ടുകാരെ വിളിച്ച്, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കുഴലൂതി, എങ്കിലും നിങ്ങൾ നൃത്തം ചെയ്തില്ല. ഞങ്ങൾ വിലാപഗാനം ആലപിച്ചു, എങ്കിലും നിങ്ങൾ വിലപിച്ചില്ല എന്ന് പറയുന്ന കുട്ടികൾക്ക് സമാനമാണ് ഈ തലമുറ. യോഹന്നാൻ ഭക്ഷിക്കാത്തവനും പാനം ചെയ്യാത്തവനുമായി വന്നു. അവന് പിശാച് ബാധിതനാണെന്ന് അപ്പോൾ അവർ പറയുന്നു. മനുഷ്യപുത്രൻ ഭക്ഷിക്കുന്നവനും പാനം ചെയ്യുന്നവനുമായി വന്നു. അപ്പോൾ അവർ പറയുന്നു, ഇതാ ഭോജനപ്രിയനും വീഞ്ഞുകുടിയനും ചുങ്കക്കാരുടെയും പാപികളുടെയും സ്നേഹിതനുമായ മനുഷ്യൻ. എങ്കിലും ജ്ഞാനം അതിൻ്റെ പ്രവൃത്തികളാൽ നീതീകരിക്കപ്പെട്ടിരിക്കുന്നു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്കു സ്തുതി. ഈ സുവിശേഷങ്ങളുടെ ഈശോയിൽ സ്നേഹമുള്ള അച്ഛന്മാർ, പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ഇന്ന് കേട്ട വചനഭാഗം നമ്മുടെ ആഗമന കാലത്തിൽ നമ്മുടെ ഒരുക്കത്തിന് വളരെ സഹായകമായ ഒരു ഭാഗമാണ്. മത്തായിയുടെ സുവിശേഷമാണ് നമ്മൾ വായിച്ചു കേട്ടത്. ലൂക്കായുടെ സുവിശേഷത്തിൽ 7-ാം അധ്യായത്തിൽ ഇത് തന്നെ വിവരിക്കുന്നുണ്ട്. കുറേ കൂടി വ്യക്തമാകുന്നത് എനിക്കൊന്ന് ലൂക്കായുടെ സുവിശേഷം വായിക്കുമ്പോഴാണ് എന്ന് എനിക്ക് തോന്നുകയാണ്. ഇന്നത്തെ വചനം ആരംഭിക്കുമ്പോൾ തന്നെ കുട്ടികളെപ്പോലെയാണ് ഇവർ. ഫരിസേയരെക്കുറിച്ചാണ് പറയുക, കുട്ടികളെപ്പോലെ. അതായത്, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കുഴലൂതിയെങ്കിലും നിങ്ങൾ നൃത്തം ചെയ്തില്ല, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി വിലാപഗാനം ആലപിച്ചെങ്കിലും നിങ്ങൾ കരഞ്ഞില്ല എന്ന് ചന്തസ്ഥലത്തിരുന്ന് കൂട്ടുകാരോട് വിളിച്ചു പറയുന്ന കുട്ടികളെപ്പോലെയാണ് അവർ. നമ്മളിങ്ങനെ ക്ലാസ് റൂമിലൊക്കെ, ടീച്ചറെ അവനെന്നെ തോണ്ടി, അവനെന്നെ പിച്ചി എന്നൊക്കെ പറയുന്നത് പോലെ ചെറിയ ചെറിയ കാര്യങ്ങളിലൊക്കെ ഇങ്ങനെ എനിക്ക് പെട്ടെന്ന് അങ്ങനെയാണ് തോന്നിയത്. അങ്ങനെ ഇവർ സംസാരിക്കുന്നത് പോലെ. എന്നിട്ട് പറയുന്നത് 2 പേർക്കും കൊടുക്കുന്നുണ്ട് ഇവർ, ഫരിസേയർ. സ്നാപയോഹന്നാനും കൊടുക്കുന്നുണ്ട് ഒരു പണി, ഈശോയ്ക്കും കൊടുക്കുന്നുണ്ട്. സ്നാപയോഹന്നാനെക്കുറിച്ച് പറയുകയാണ്, അവൻ സ്നാപയോഹന്നാൻ അപ്പം ഭക്ഷിക്കാത്തവൻ വീഞ്ഞു കുടിക്കാത്തവനുമായി വന്നു. അപ്പം പറയാണ് അവന് പിശാച് ബാധിച്ചിട്ടുണ്ടെന്ന്. അവൻ നല്ല മര്യാദക്ക് നടക്കുന്ന കാണുമ്പോൾ അവന് ഭ്രാന്താണെന്നാണ് പറയുന്നത്. സ്നാപയോഹന്നാൻ ഇവർ പറയാം അവന് ഭ്രാന്താണെന്ന് തോന്നുന്നു. ഇനി മനുഷ്യപുത്രൻ ഭക്ഷിക്കുന്നവനും പാനം ചെയ്യുന്നവനായി വന്നു. അപ്പോൾ പറയാണ് കുടിയൻ, തീറ്റയും കുടിയും. ഈശോയ്ക്ക് തീറ്റയും കുടിയും മാത്രമേ ഉള്ളൂ. ഇപ്പോൾ എന്തിനും ഏതിനും അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തിനും ഏതിനും മറുപടി പറയുക. വീട്ടിലൊക്കെ ഇല്ല, എന്തിനും ഏതിനും പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ ചാടി വീഴും ഒരു വർത്തമാനം പറയാൻ. എന്തിനും ഏതിനും മറുപടി പറയുക. അപ്പോൾ ഇവരുടെ ഭാഗത്തൊരു ഗുരുതരമായൊരു തെറ്റുണ്ട്. അത് ഈശോ ചൂണ്ടിക്കാണിച്ചു. അതുകൊണ്ടാണ് ഇവർക്ക് ഇങ്ങനെ സഹിക്കാൻ പറ്റാത്തത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്നാപയോഹന്നാൻ മാമോദീസ കൊടുക്കുകയാണ്. ഒരു സ്ഥലത്ത് നിന്നിട്ട് ജോർദാൻ നദിക്കരയിൽ സ്നാപയോഹന്നാൻ മാമോദീസ കൊടുക്കുകയാണ്. അപ്പോൾ ഈശോ പോലും പോയി മാമോദീസ സ്വീകരിച്ചു. ദൈവപുത്രൻ. ഈശോയ്ക്കത് സ്വീകരിക്കേണ്ട കാര്യമില്ല. ഞാൻ നിന്നിൽ നിന്ന് മാമോദീസ സ്വീകരിക്കേണ്ടിയിരിക്കുക, നീ എന്താണ് എൻ്റെ മുൻപിൽ വരുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഈശോ പറയുന്നുണ്ട്, ഇപ്പോൾ ഇത് സമ്മതിക്കുക, സർവ്വനീതിയും പൂർത്തീകരിക്കപ്പെടുക ദൈവഹിതമാണ്. അപ്പോൾ ഈശോ പോലും മാമോദീസ സ്വീകരിച്ച് പാപികളും ചുങ്കക്കാരും ഒക്കെ പോയി മാമോദീസ സ്വീകരിക്കുക. അവിടെ പോയി തലകുനിച്ച് കൊടുത്ത് നിരനിരയായി നിന്ന് അവർ മാമോദീസ സ്വീകരിക്കുക. അപ്പോഴാണ് ഈ ഫരിസേയർ അവിടെ പോയി നോക്കി നിന്നു. ഇങ്ങനെ നോക്കി നിന്നിട്ട് തിരിച്ചു പോന്നു. വെറുതെ പോയി നോക്കി നിന്നിട്ട് തിരിച്ചു പോകും. നമ്മളിങ്ങനെ ചില ആളുകൾ കുർബാന കാണാൻ പോയിട്ട് അവരെ പുറത്തൊക്കെ നിന്നിട്ട് കുർബാന കണ്ടിട്ട് പോകുന്നത് പോലെ വെറുതെ പുറത്ത് നിന്ന് ഇങ്ങനെ നോക്കിയിട്ട് ദൂരെ നിന്ന് ഇങ്ങനെ നോക്കി നിന്നിട്ട്. അപ്പോൾ ഈശോ
നിങ്ങളെ എന്ത് കാണാനാണ് പോയത്? കാറ്റത്തുലയുന്ന ഞാങ്കണയോ? നിങ്ങൾ എന്ത് കാണാനാണ് പോയത് എന്ന് ഈശോ ചോദിക്കുന്നുണ്ട്. അല്ലെങ്കിൽ പിന്നെ എന്ത് കാണാനാണ് പോയത്? മൃദുല വസ്ത്രങ്ങൾ ധരിച്ചവനെയോ? മോടിയ വസ്ത്രം ധരിച്ച് ആഡംബരമായി ജീവിക്കുന്നവർ കൊട്ടാരങ്ങളിലാണല്ലോ. അതുമല്ലെങ്കിൽ എന്ത് കാണാനാണ് നിങ്ങൾ പോയത്? പ്രവാചകനെയോ? അതെ, ഞാൻ നിങ്ങളോട് പറയുന്നു, പ്രവാചകനേക്കാൾ വലിയവനെ തന്നെ. ഇങ്ങനെ ഒരു വഴക്ക് ഈശോ പറയുന്നുണ്ട്. ഈശോയുടെ വഴക്ക് വളരെ രസകരമാണ്, കുറിക്കുകൊള്ളുന്ന വർത്തമാനമാണ് ഈശോ പറയുന്നത്. അപ്പം അതിൻ്റെ ഒരു ഹാങ് ഓവറിലാണ് ഇവർ വന്നിട്ട് ഈ കുറ്റം പറയുന്നത്. നമുക്കിങ്ങനെ നമ്മളെ എന്തെങ്കിലും ഒരു ചെറിയ കാര്യത്തിൽ കറക്ഷൻ തന്നാൽ നമുക്ക് പിടിക്കല. വീട്ടിലാണെങ്കിലും നമ്മൾ നീ ചെയ്തത് ശരിയായില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് മുഖമൊക്കെ മാറി പിന്നെ തുള്ളൽ തുടങ്ങും. അതങ്ങ് ന്യായീകരിക്കാനുള്ള വർത്തമാനം നമ്മുടെ വീടുകളിലൊക്കെ സ്വാഭാവികമായിട്ടും സംഭവിക്കുന്നൊരു കാര്യം. എന്തിനും ഏതിനും മറുപടി പറയുക. മറുപടികളിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും വലിയ കാര്യമൊന്നുമില്ല, ജയിക്കാനുള്ള ശ്രമമാണ്. വാവിട്ട വാക്ക് കൈവിട്ട ആയുധം തിരിച്ചെടുക്കാൻ പറ്റുകയില്ല. വാവിട്ട വാക്ക് കൈവിട്ട ആയുധം തിരിച്ചെടുക്കാൻ പറ്റുകയില്ല. അപ്പോൾ അതുകൊണ്ട് സംസാരത്തിൽ തെറ്റുവരുത്താത്തവനാണ് പൂർണ്ണൻ എന്നാണ് യാക്കോബിൻ്റെ ലേഖനം 3-ാം അധ്യായം 2-ാം വാക്യത്തിൽ പറയുന്നത്. തെറ്റുപറ്റാത്തവരാരുമില്ല. അങ്ങനെ തന്നെയാണ് വചനം. നാം എല്ലാവരും പല വിധത്തിൽ തെറ്റ് ചെയ്യുന്നു, പക്ഷേ സംസാരത്തിൽ തെറ്റുവരുത്താത്ത ഏവനും പൂർണ്ണനാണ്. സംസാരം അത് ഒന്ന് ക്രമീകരിച്ച് കൊണ്ടുവരേണ്ടത് ആവശ്യമാണ്. ഈ ആഗമന കാലത്തിൽ അവർ വെറുതെ നല്ല മര്യാദക്ക് പോയ സ്നാപക യോഹന്നാനെ അവനെ ഭ്രാന്ത് പിടിച്ചെന്ന് പറഞ്ഞു. ഞാനൊരു പള്ളിയിലായിരുന്നപ്പോൾ ഒരു പകൽ സമയത്തൊക്കെ വൈകുന്നേരമൊക്കെ ചൂലെടുത്ത് ആരെങ്കിലുമൊക്കെ കൂട്ടുപിടിച്ച് അങ്ങനെ ഇറങ്ങിയപ്പോഴും ജംഗ്ഷനിൽ അവർ അയാൾക്ക് ഭ്രാന്താണെന്ന് തോന്നുന്നത്, ചൂലും പിടിച്ചടക്കണമെന്ന് എന്നെക്കുറിച്ച് പറഞ്ഞാൽ അയാൾക്ക് ഭ്രാന്താണെന്ന് തോന്നുന്നത്. അപ്പോൾ ആരും കാണാതിരിക്കാൻ വികാരി അച്ഛൻ നടക്കാൻ പോകുമ്പോൾ, വെളുപ്പിന് 4 മണിക്ക് നടക്കാൻ പോകുമ്പോൾ അപ്പോൾ ഇറങ്ങി ചെയ്യാൻ കരുതി. അപ്പോഴും ആളുകൾ പുലർച്ചെ ചായ കുടിക്കാൻ പോകുന്നവർ അവർ കുറ്റം പറയാൻ തുടങ്ങി. അപ്പം ഈ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനെ പിറുപിറുക്കുക, സഹിക്കാൻ പറ്റാതെ, എന്നാൽ അവരൊട്ട് ചെയ്യവില്ല. അപ്പോൾ ഈശോ മദ്യപിക്കുന്നവനായി ഭക്ഷണപ്രിയനായി വന്നു എന്ന് വെറുതെ അവരിങ്ങനെ ഒരു കമൻറ്റ് പറഞ്ഞുകൊണ്ടിരിക്കുക. തിമോത്തിക്ക് എഴുതിയ 2-ാം ലേഖനം 2-ാം അധ്യായം 17-ാം വാക്യത്തിൽ ഇപ്രകാരമാണ് പറയുന്നത്. 17-ാം വാക്യത്തിൽ, ഈ ഭക്തിരഹിതരുടെ സംസാരം ശരീരത്തെ കാർന്നു തിന്നുന്ന വ്രണം പോലെ പടർന്നു പിടിക്കും. ഈ ഭക്തിരഹിതരുടെ സംസാരം ശരീരത്തെ കാർന്നു തിന്നുന്ന വ്രണം പോലെ പടർന്നു പിടിക്കും. 1 തിമോത്തി 5:13 മറ്റൊരു വചനം ഇങ്ങനെ പറയുകയാണ്. 1 തിമോത്തി 5:13, കൂടാതെ അവർ അലസകളായി വീടുകൾ തോറും കയറിയിറങ്ങി നടക്കുന്നു. അലസകളാവുക മാത്രമല്ല, അപവാദങ്ങൾ പ്രചരിപ്പിച്ച് മറ്റുള്ളവരുടെ കാര്യത്തിൽ അനാവശ്യമായി ഇടപെട്ട് അനുചിതമായ സംസാരത്തിൽ മുഴുകിയും നടക്കുന്നു. മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇങ്ങനെ അപവാദം പറഞ്ഞ് ഇങ്ങനെ നടക്കുന്ന ഒരു രീതി ചിലപ്പോൾ ചിലരിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഇനിയും ജെറമ്യ പ്രവാചകൻ്റെ പുസ്തകം 9-ാം അധ്യായം 8-ാം വാക്യത്തിൽ പറയാണ്, അവരുടെ നാവ് മാരകമായ അസ്ത്രമാണ്, അത് വഞ്ചന പൊഴിക്കുന്നു. അയൽക്കാരനോട് സൗഹാർദ്ദമായി സംസാരിക്കുമ്പോഴും അവർ തങ്ങളുടെ ഹൃദയത്തിൽ കെണികളൊരുക്കുകയാണ്. അയൽക്കാരനോട് സൗഹാർദ്ദപരമായി സംസാരിക്കുമ്പോഴും അവർ തങ്ങളുടെ ഹൃദയത്തിൽ കെണികൾ ഒരുക്കുകയാണ്. അപ്പോൾ ഇത് സംസാരമൊന്ന് ക്ലിയർ ചെയ്ത് പോകേണ്ട ഒരു കാലഘട്ടം കൂടിയാണ് ആഗമനകാലം. ജെറമ്യ പ്രവാചകൻ്റെ പുസ്തകം 15-ാം അധ്യായം 19-ാം വാക്യം, വിലകെട്ടവ പറയാതെ സദ്വചനങ്ങൾ മാത്രം സംസാരിച്ചാൽ നീ എൻ്റെ നാവ് പോലെയാകും. വിലകെട്ടവ പറയാതെ. ഇപ്പോൾ ഇന്ന് ഫരിസേയർ ഇന്നത്തെ സുവിശേഷത്തിൽ പറഞ്ഞ വർത്തമാനം ഈശോ പറഞ്ഞത് കുട്ടികളെപ്പോലെ വിട്ടുകളഞ്ഞേക്ക്, ഒരു കാര്യമില്ല. അപ്പോൾ ഒരു വിലയില്ലാത്ത വെറുതെ വിലകെട്ടവ പറഞ്ഞിങ്ങനെ നടക്കുക. അത് വിലകെട്ടവ പറയാതെ സദ്വചനങ്ങൾ മാത്രം സംസാരിച്ചാൽ നീ എൻ്റെ നാവ് പോലെയാകും. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 29 മുതൽ 30 വാക്യങ്ങളിൽ പറയുന്നത്, തിന്മയുടെ വാക്കുകൾ നിങ്ങളുടെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടാതിരിക്കട്ടെ, മറ്റുള്ളവരുടെ ആത്മീയ ഉന്നതിക്കുതക വിധം നല്ല നല്ല കാര്യങ്ങൾ സന്ദർഭമനുസരിച്ച് സംസാരിക്കുവിൻ. അപ്പോൾ ഇതൊക്കെ ധ്യാനിക്കേണ്ട ഒരു കാര്യമാണ്. പരിശുദ്ധ അമ്മയിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ പരിശുദ്ധ അമ്മ
എലിസബത്തിൻ്റെ വീട്ടിൽ ചെന്ന് പറഞ്ഞ വർത്തമാനം, അഭിവാദന സ്വരം, അത് കേട്ടപ്പോൾ എലിസബത്തിൽ നല്ല പോസിറ്റീവ് എനർജി ഉണ്ടായതുപോലെ നമ്മൾ സംസാരിക്കുമ്പോൾ ആ ഒരു സമൂഹത്തിൽ അസ്വസ്ഥത ഉണ്ടാകുന്നുണ്ടോ, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് നിറയുന്നുണ്ടോ, അല്ലെങ്കിൽ നെഗറ്റീവ് എനർജിയാണോ ഉണ്ടാകുന്നത്? അല്ലെങ്കിൽ ചിലവർക്കൊക്കെ, ചില അമ്മയൊക്കെ എന്തെങ്കിലും പറയുമ്പോൾ, അമ്മയോ അപ്പനോ, അല്ലെങ്കിൽ ചിലർ പെട്ടെന്ന് മരിക്കണമെന്ന് ചിന്തിക്കുന്ന ചില ആളുകളുണ്ട്. എന്തെങ്കിലും ഒരു വർത്തമാനത്തിൻ്റെ പേരിലായിരിക്കാം ജീവിതം അവസാനിപ്പിക്കണമെന്ന് ചിന്തിച്ചു പോകുന്നത്. ഇങ്ങനെ വെറുതെ സംസാരിക്കുന്നവർ പ്രവൃത്തിയിലൊന്നുമില്ല. താലന്ത് കിട്ടിയ 2 പേരുണ്ടല്ലോ, ആദ്യത്തെ 2 പേര് അവർ പോയി അധ്വാനിക്കുന്നുണ്ട്. പക്ഷെ അധ്വാനമില്ലാതെ തുണിയിൽ പൊതിഞ്ഞു വെച്ചവൻ, മണ്ണിൽ കുഴിച്ചിട്ടവൻ, അവനാണ് കൂടുതൽ വർത്തമാനം പറയുന്നത്. വിതയ്ക്കാത്തിടത്തുനിന്ന് കൊയ്യുന്നവനും വിതറാത്തിടത്തുനിന്ന് ശേഖരിക്കുന്നവനും, വിതയ്ക്കാത്തിടത്തുനിന്ന് കൊയ്യുന്നവനും വിതറാത്തിടത്ത് ശേഖരിക്കുന്നവനുമായ ദുഷ്ടനാണെന്ന് ഞാൻ കരുതി. യജമാനനെ നോക്കിയാണ് ഈ പറയുന്നത്. അപ്പോൾ ഇവിടെ ന്യായീകരണമാണ്. നമ്മുടെ ഭാഗത്ത് നമ്മൾ ഈ സംസാരം, മറ്റൊരു മേഖല ഇതാണ്, ന്യായീകരിച്ച് സംസാരിക്കുക. നമ്മുടെ തെറ്റുകൾ നമുക്കറിയാം, എന്നിട്ടും നമ്മൾ അതിന്മേ ന്യായീകരിച്ച് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. ആ ഒരു തിന്മയായിരിക്കണം നമ്മൾ ഈ ആഗമന കാലത്തിൽ നമുക്ക് വിടുതൽ പ്രാപിക്കാൻ വേണ്ടി ദൈവത്തിന് മുമ്പിൽ തീരുമാനത്തിന് വെക്കേണ്ടതും സമർപ്പിക്കേണ്ടത്. പെറുപെറുപ്പാണ് പ്രശ്നം. പെറുപെറുത്തോണ്ടിരിക്കുക. ഒരു കാര്യം അംഗീകരിക്കാൻ പറ്റാതെ ആകുമ്പോഴാണ് മർമറിങ് നമുക്ക് വരുന്നത്. അപ്പോൾ ഈ കുറേ കൂടി വിശ്വാസത്തിൻ്റെയും ജീവിതത്തിൻ്റെയും ഡെപ്തിലേക്ക് വരുമ്പോൾ പെറുപെറുക്കൽ കുറയും. അതാണ് കുട്ടികളെപ്പോലെ ഒരു പക്വതയില്ല എന്ന് ഈശോ പറയുന്നത്. അത് ഒരു ആഴം വന്നിട്ടില്ല, ഒരു ഡെപ്ത് വന്നു കഴിഞ്ഞാൽ നിശബ്ദതയായിരിക്കും. അതുകൊണ്ടാണ് മറിയവും യൗസേപ്പ് പിതാവൊക്കെ വലിയ നിശബ്ദതയിലേക്ക് വരുന്നത്. ഈശോ പോലും ഈശോയോട് നീ രാജാവാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഈശോയുടെ ഒരു മൗനമുണ്ട്. ഈശോയുടെ മൗനം കൊല്ലാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ ഈശോ മൗനം പാലിച്ചു എന്ന് പറയുന്നത് നമ്മൾ ധ്യാനിക്കേണ്ട ഒരു കാര്യമാണ്. ഈശോയുടെ മൗനം. അപ്പോൾ അതാണ് നമുക്ക് ഈ ഒരു നിശബ്ദത കുറച്ചുകൂടി ആഴം വരുമ്പോൾ കിട്ടുന്നൊരു കാര്യമാണ്. ജീവിതത്തിൽ പക്വത വരുമ്പോൾ കിട്ടുന്നൊരു കാര്യമാണ്. വെറുതെ ബഹളം വെച്ച് നടക്കുന്നത് പക്വതയില്ല എന്നതിൻ്റെ ധ്വനിയാണ്. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ആഗമന കാലത്തിൽ നമുക്ക് ഈ ഒരു മേഖല, എപ്പോഴും വീഴ്ച വരുന്ന മേഖല ഇതുതന്നെയാണ്. സംസാരം കുറച്ചാൽ രക്ഷപ്പെടാവുന്നതേ ഉള്ളൂ. ഒരമ്മ കഴിഞ്ഞ ദിവസം ഇങ്ങനെ വന്നു. അപ്പോൾ അവർ ഭയങ്കര സിമ്പതി, ഇങ്ങനെ കരഞ്ഞയ്യോ എൻ്റെ വീട്ടിൽ എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഭയങ്കര ഇമോഷണലായിട്ട്. അപ്പോൾ കൂടെ നിന്ന് ആൾ പറയുന്നുണ്ട്, ഇമോഷണലായാൽ അങ്ങനെ ബുദ്ധി തെളിഞ്ഞു വരില്ല എന്നാണ് പറയുന്നത്. ബുദ്ധി തെളിഞ്ഞു വരില്ല. വെറുതെ വൈകാരികപരമായ പ്രകടനങ്ങളാണെങ്കിൽ ബുദ്ധി തെളിയില്ല. അതാണ് ഇന്നത്തെ സുവിശേഷത്തിൽ അവസാനം പറയുന്നത്. ജ്ഞാനം ശരിയെന്ന് തെളിയുന്നത് അത് സ്വീകരിക്കുന്നവരിലൂടെയാണ്. അതുകൊണ്ട് ഈ വചനങ്ങൾ നമ്മുടെ ചിന്തയിൽ വയ്ക്കാം, നമുക്ക് നന്നായിട്ട് ധ്യാനിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. കുറച്ചുകൂടി നല്ല അടിപൊളിയാകാൻ, നല്ലതായി വരാനായിട്ടുള്ള നമ്മുടെ ശ്രമം നമുക്ക് തുടരാം. ഇന്നോ നാളെയോ കൊണ്ട് പറ്റുകയില്ല. നമുക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കാം. കുറേയൊക്കെ ശരിയാക്കിയെടുക്കാൻ പറ്റും. നല്ലതായി വരാനുള്ള നമ്മുടെ ശ്രമം, അത് ഈ 2024 ആഗമന കാലത്തിൽ നമുക്ക് കുറച്ചുകൂടിയൊക്കെ മുന്നോട്ട് കയറി വരാൻ, നല്ലതായി വരാനുള്ള നമ്മുടെ ശ്രമത്തിൽ, പക്വതയുള്ള വ്യക്തികളായി വരാനുള്ള ശ്രമത്തിൽ, നമ്മുടെ സംസാരങ്ങളിലൊക്കെ ഒരു നല്ല എളിമയുള്ള വർത്തമാനങ്ങൾ ഉണ്ടാകാനുള്ള ശ്രമത്തിൽ, നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ ഒരു ഡെപ്ത് അത് കണ്ടെത്താനുള്ള ശ്രമത്തിൽ കുറേ കൂടി മുന്നോട്ട് കയറി വരാൻ നമുക്ക് സാധിക്കട്ടെ. അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹപൂർവം നൽകുന്നു നാഥ സർവവും കാൽത്താരിൽ കാണിക്കയാൽ സ്വീകരിക്കണമേ നൈവേദ്യമായി അനുഗ്രഹിക്കൂ ദേവാ സാമോദമായി ഉയരുമേ കാസയിൽ അർച്ചനയാ ഉയർത്തുന്നു ഞങ്ങൾ തൻ
യാചനയാ ഉയർത്തുന്നു ഞങ്ങൾ തൻ കൃത്തടവും അലിവോടെ നാദാ സ്വീകരിക്കൂ തിരുമുൾ കാഴ്ചയാ കൈക്കൊള്ളണേ. പ്രിയ സഹോദരരെ, ഞങ്ങളുടെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവൻ്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, വിശുദ്ധ ലൂസിയുടെ തിരുനാൾ ആഘോഷത്തിൽ ഈ കാണിക്കകൾ ഞങ്ങൾ സമർപ്പിക്കുന്നു. ഈ പുണ്യവതിയുടെ പീഡാസഹന പോരാട്ടം അങ്ങേക്ക് പ്രീതികരമായി തീർന്ന പോലെ കൃപാനിധിയായ അങ്ങേക്ക് ഈ കാണിക്കകളും സ്വീകാര്യമായി ഭവിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടു കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അതുചിതവും ന്യായവുമത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. പ്രഥമാഗമനത്തിൽ അവിടുന്ന് എളിയ ശരീരപ്രകൃതി സ്വീകരിച്ചുകൊണ്ട് പൂർവീക പദ്ധതിയുടെ സംവിധാനം പൂർത്തീകരിക്കുകയും ഞങ്ങൾക്ക് നിത്യരക്ഷയുടെ മാർഗം തുറന്നു തരികയും ചെയ്തു. അങ്ങനെ അവിടുത്തെ പ്രാഭവത്തിൻ്റെ മഹത്വത്തിൽ രണ്ടാമതും എഴുന്നള്ളുമ്പോൾ ഞങ്ങളിപ്പോൾ ജാഗരൂകരായി കാത്തിരിക്കാൻ മുതിരുന്ന വാഗ്ദാനം അവസാനം പ്രത്യക്ഷത്തിൽ സ്വീകരിക്കുമാറാകട്ടെ. ആകയാൽ എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും ചേർന്ന് അങ്ങയുടെ മഹത്വത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഞങ്ങളും താഴ്മയോടെ ആലപിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സൈന്യങ്ങൾ തൻ കർത്താവാ ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ. നിരുപമങ്ങേ മഹിമകളാ നിറഞ്ഞു മഹിയും വിണ്ടലവും. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാ. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ,
സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാലങ്ങ് ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത് കൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാലിത് നിങ്ങൾക്കു വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇതു നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങളങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ച് കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പായോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ ടി സഹായരാജ്യം മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും
അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളിലെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപട യോസേപ്പ് പിതാവിനോടും അനുഗ്രഹീതരായ അപ്പസ്തോലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടും ഒത്തു നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ ക്രിസ്തുവിനോടുകൂടെ ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നുമെന്നേക്കും. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. നമ്മുടെ കർത്താവ് കൽപ്പിച്ചതും പഠിപ്പിച്ചതും അനുസരിച്ച് നമുക്കൊന്ന് ചേർന്ന് സ്നേഹത്തോടെ പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ, അങ്ങേ രാജ്യം വരണമേ, അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്നു നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്നങ്ങ് അപ്പോസ്തലന്മാരോട് അരുളി ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളയണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങളിൽ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങളിൽ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങൾക്ക് സമാധാനം നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീത. കർത്താവേ, അങ്ങൻ്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഒരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, വിശുദ്ധരുടെ മധ്യേ വിശുദ്ധ ലൂസിയെ കന്യകാത്വത്തിൻ്റെയും രക്തസാക്ഷിത്വത്തിൻ്റെതുമായ ദിപിത്ത വിജയത്താൽ അങ്ങ് കിരീടമണിയിച്ചുവല്ലോ. ഈ കൂദാശയുടെ ശക്തിയാൽ എല്ലാ തിന്മകളും ധീരതയോടെ തരണം ചെയ്ത് സ്വർഗീയ മഹത്വം പ്രാപിക്കുവാൻ അനുഗ്രഹിക്കണമേ.
ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടു കൂടെ. പരിശുദ്ധ വേളാങ്കണ്ണി മാതാവിനോടുള്ള അനുഗ്രഹ പ്രാർത്ഥനയ്ക്കായി ശിരസ് നമിക്കാം. ഉണ്ണീശോയെ കയ്യിലേന്തിയ പരിശുദ്ധ വേളാങ്കണ്ണി മാതാവേ, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ ഭക്തജനങ്ങളെയും ഇവരുടെ കുടുംബങ്ങളെയും സോഷ്യൽ മീഡിയയിലൂടെ ഈ ബലിയിൽ പങ്കെടുത്ത എല്ലാവരെയും അങ്ങ് അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. ഇവരുടെ മനസ്സ് തളർന്നു പോകുമ്പോൾ പാൽക്കാരനായ ബാലൻ്റെ പാൽക്കുടത്തിലെ പാൽ നിറഞ്ഞു തുളുമ്പിയതുപോലെ ഇവരെയും സന്തോഷത്താൽ നിറയ്ക്കണമേ. പരാജയങ്ങൾ ഇവരെ തളർത്തുമ്പോൾ മുടന്തനായ ബാലൻ നടക്കാനിടയാക്കിയതുപോലെ ഇവരെയും താങ്ങി നടത്തണമേ. പോർച്ചുഗീസ് നാവികരെ സുരക്ഷിതമായി കരയിലേക്ക് എത്തിച്ചതുപോലെ സങ്കടക്കടലിൽ വലയുന്ന എല്ലാവരെയും അങ്ങ് കരകയറ്റണമേ. അനുഗ്രഹദായിനിയായ പരിശുദ്ധാരോഗ്യമാതാവിൻ്റെ ആശീർവാദം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ഈശോ തൻ്റെ മാതാവിനോട് ചേർന്ന് തൻ്റെ കരങ്ങളിലൂടെ നമ്മെ ഏവരെയും സ്പർശിക്കുകയും സുഖപ്പെടുത്തുകയും കാത്ത് സംരക്ഷിക്കുകയും ചെയ്യുമാറാകട്ടെ. സർവശക്തനും കാരുണ്യവാനുമായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലും സമാധാനത്തിലും പോകുവിൻ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിനു നന്ദി. അമ്മേ